ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ രാത്രി ആനിവേഴ്സറിക്ക് ശേഷം ഒന്നും എടുത്തിട്ടില്ല. അത് നമുക്ക് എന്താ പറയുക കൺക്ലൂഷൻ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങളിപ്പോഴും റിസോർട്ടിൽ തന്നെയാണ്. രാവിലെ എണീറ്റ് ഞങ്ങൾ അപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കളിച്ചും മറിഞ്ഞും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. നല്ല നേരം വയ്യ. അപ്പോൾ ഇന്ന് കുറച്ച് 6 മണി 6:30 ആകുമ്പോൾ എണീറ്റ് വീണ്ടും നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഇവിടെ മഴയൊക്കെ ആയിരുന്നു വയനാട്ടിൽ. അപ്പോൾ ഞങ്ങളിപ്പം പോകാനായിട്ട് പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെയാണ്. ഞങ്ങൾ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായി പോവാണ്. ഇന്നലെ വന്ന എല്ലാ ആൾക്കാരും ഇല്ല, തണുപ്പ് കാരണമാണ്. അപ്പം എനിക്ക് പിന്നെ ഇഷ്ടം അവ ഞാൻ പോയി ചാടുക. വെള്ളമാണ്, തണുപ്പാണെങ്കിൽ പോയി ചാടുക. എന്നാലും കാല് കോടിട്ടോ. എന്നാലും പക്ഷെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അച്ഛനും ഞാനും ഇറങ്ങുകയാണ്, ബാക്കിയുള്ളവർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് നമ്മുടെ വീട്ടിലേക്ക് ഇന്നാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പോവാൻ അച്ഛൻ ഇറങ്ങല്ലേ, അച്ഛൻ മടിയനാണ്. അമ്മേ അല്ല വേണ്ടത് ഓർത്ത് അത് മതിയല്ലേ. അപ്പോൾ നമ്മൾ ഇന്നാണ് വീട്ടിലേക്ക് പോണത്. നമ്മളെ വീട്ടിൽ കാത്തിട്ട് ശനിയാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒന്നുകൂടെ അടിച്ചു പൊളിക്കാൻ പോവാണ്. നമ്മളെ ഭാഷ അങ്ങനെയല്ലേ, അത് നമ്മളിങ്ങനെയല്ല പഠിച്ചത്. ഞങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചത്. ഇമ്പിള് പറയാനായിട്ട് അച്ഛനടക്ക് പറയട്ടോ. ഇപ്പൊ കളിയാക്കുക എന്താണ്. അമ്മയ്ക്ക് എന്താ ഉറക്കറിയാം. ഞങ്ങൾ കളിക്കുന്നു. അമ്മയ്ക്ക് ഏതാ ചെവിയിൽ വെള്ളം കയറുന്നതിന് ഇത് വാങ്ങിയിട്ടുണ്ടേ. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, ചെവി വെള്ളം കയറുന്ന അത്ര ഇതല്ല. വാ നമ്മളിവിടെ എത്തിട്ടോ. ഇവിടെ എത്തി. ആ ശരിക്കും നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ വീഴ്ത്താൻ വേണ്ടി വന്ന നിങ്ങൾ അവിടെ നിന്നോണ്ടാ അല്ലേ? ഇവിടെയാണോ ചോദിച്ചത്? ഇറങ്ങി തണുപ്പില്ലല്ലോ. തണുപ്പില്ലല്ലോ. ചൂട് ചൂട് ചൂട്. എനിക്ക് തോന്നുന്നു ഒരു താഴോട്ട് പോയാതാണ്. നമ്മൾ പൂളിലാണ്. എനിക്ക് നീന്താ അറിയില്ല. ഞാൻ കാലിട്ട് അച്ഛൻ പറഞ്ഞ മുക്കള് മാതിരിയാ നീന്തല് പഠിപ്പിക്കുക. എനിക്ക് പേടിയാ നീന്തൽ പേടിയ. അപ്പൊ നമ്മളിങ്ങനെ എഴയണം ഗൈസ്. സോണിയ അതാ ഞങ്ങൾ പാട് പ്രോ അച്ഛൻ തന്നെ എനിക്ക് ചായ എടുത്തരണം. ഇത് പ്രമോദ മാമന്റെ തോന്നുന്നു. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇവിടെ നിന്ന്. ഇപ്പൊ സമയം ഒരു അച്ഛനിക്ക് ഒരു സമയം ഇത്ര 10 കഴിഞ്ഞിണ്ടാവും തോന്നുന്നു. ഞങ്ങൾ ഇറങ്ങാൻ പോവാ അല്ലേ? ഇമ്പളെവിടേക്കാ? കോഴിക്കോടേക്ക്. പിന്നെ അതിന് മുന്നേ നമ്മൾ എവിടേക്കോ പോകുന്നുണ്ട്. ഓക്കെ അച്ഛൻ പോയി ഗൈസ്. ഞങ്ങൾ പോവാണ്. അതിന് മുന്നേ നമുക്ക് വേറെ സ്ഥലത്ത് വയനാട്ടിൽ കാണാനുണ്ട്. അത് എവിടെയാന്ന് ചേച്ചിക്ക് അറിയില്ല. തേയിലത്തോട്ടത്ത് പോകാണ്ട് അറിയാം. വാ. അയ്യോ ഇതെന്താ ബ്ലോക്ക്. അങ്ങനെ വണ്ടി കയറിയതിന് ശേഷം അമ്മ വീണ്ടും തുള്ളാൻ തുടങ്ങി. എനിക്ക് തുള്ളാനൊന്നും വയ്യ. എനിക്ക് എന്താ പറയുക, രാവിലെ തന്നെ എനിക്ക് അങ്ങനെ വയ്യ. എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ തുള്ളിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നീ തുള്ളിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ഒരു ഇതുമില്ലാതെ നമ്മൾ തുള്ളി ഒരു നമ്മളെവിടെയാണ്? കുറുവ ദ്വീപിലാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ കയാക്കിങ് ഉണ്ട്. അവർ രണ്ടാളൊന്നും വെച്ച് ചെയ്യുക. അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല. വേറെ എന്തോ ചെയ്യാനാണ് പോകുന്നത്, അത് എനിക്കറിയില്ല. ഞങ്ങൾ ഡാൻസ് കളിക്കാം.
ഞങ്ങൾ ലൈനിൽ നിൽക്കുക. എന്ത് ചെയ്യാനേനി അത് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ ഞങ്ങൾ കയറും. ഇപ്പൊ ഞങ്ങൾ പോവാനായിട്ട് പോവാണ്. ഒരു വർത്താനം പറഞ്ഞോണ്ടിരിക്ക. ഞങ്ങളിപ്പോ പോകും അതില്. ഹായ്, കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇനി ഇതിലേക്കാണ് യാത്ര. നിങ്ങളെന്താ അങ്ങോട്ട് അതെത്ര പറഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ ഈ നെങ്ങടിന്റെ കളി കളർക്കുള്ള ഞാൻ കളി വെള്ളം കേറി. ഞങ്ങളിപ്പോ ഇതിൻ്റെ ഇവിടെയാണ്. ഇത് ഞങ്ങളാണ് ഇപ്പുറത്തിരുന്ന ആൾക്കാർ. ഞങ്ങളിപ്പോ ഇതിന്റെ വീണ ബാക്കിലുണ്ടാവും. ഞങ്ങൾ ഇങ്ങനെ അനങ്ങാതെ അങ്ങനെ ഞങ്ങളിപ്പോ ഇവിടെ താഴെ വെള്ളമുണ്ട്, താഴെ തുളയുണ്ട്. ഫോൺ അതിലും വീഴും, ഞാൻ ബാക്കിലോട്ടും വീഴും. ഞാൻ വീഴാണ് അച്ചേച്ചിനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ അച്ചേച്ചിയും വീഴും. പേരല്ല, ഭയമുള്ളത് അത്രേ ഉള്ളൂ. ഭയം. കണ്ടേനിട്ട വെള്ളം പോയിപ്പോ. ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വന്ന. കഴിക്കാൻ ഞങ്ങൾ തേയിലത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. എന്താ മോളെ ഉറക്കം വരുന്ന? ഇനി വീട്ടിൽ പോയി എന്താ വിചാരിച്ച് ഉറങ്ങല്ലേ? ഇത് കഴിഞ്ഞിട്ടടയ്ക്കാ നിങ്ങളെ കൊണ്ടാട്ടി അവിടെ ഇരിക്കാനല്ലോ. പക്ഷെ സൂര്യനും അവിടെ ആട്ടുള്ളത്. അല്ല, താഴ്ന്ന് പോട്ടെടുക്കണം. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ ഗാന്ധി ഗ്രാമത്തിലാണ് ഉള്ളത്. അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ ഒരു ഷോപ്പ് കയറിയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാം. സാക്ഷിനിക്ക് ഇച്ചുവിനും സാധനം വാങ്ങി. സാക്ഷിനിക്ക് കിച്ചൺ സെറ്റും ഇച്ചുവിന് ബിൽഡിംഗ് സെറ്റും വാങ്ങി. ഇവൻ ഇത് വാങ്ങാൻ വിചാരിച്ചു. ഇത് വാങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഇനിയും ഇവിടെ സാധനം. ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ്. കുറേ ഉറങ്ങിയാലും കണ്ണ് വാലിട്ടതൊക്കെ പോയി, ഐലൈനറൊക്കെ കുറേ പോയി. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. വയനാട്ടിൽ ചുരമൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇവിടെ എത്തി. ആ, അവിടേക്ക് എത്തി. ഏറ്റവും തിന്ന് എൻ്റെ ആപ്പിൾ ജ്യൂസ് വന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. എല്ലാവരും വീട്ടിലും ആക്കി വണ്ടി. അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ കണ്ണായിട്ട് ഇവിടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം എനിക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഞാൻ. ഇവിടെ ഏച്ചിയും മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മക്കൾക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവർക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോനും ഒരു കൺക്ലൂഷൻ ഇല്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.